ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചുമ്മാ ഇരുന്ന് കുറിക്കാൻ പറ്റുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ള ഒരു ഐറ്റമാണ്. പൊട്ടാറ്റോ ചിപ്സാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. നല്ല എന്താ പറയുക സ്പൈസിയും ഒക്കെ ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ ചിപ്സാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വീഡിയോക്ക് പോകുന്ന മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഒന്ന് റൗണ്ടിലൊന്നും കട്ട് ചെയ്തിട്ട് എടുക്കാം. കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ കനം കുറഞ്ഞിങ്ങനെ അരിഞ്ഞെടുക്കാം. ആദ്യം എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് അങ്ങനെ അരിഞ്ഞെടുത്ത ശേഷം എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ട് വളരെ നൈസായിട്ട് വേണം പിന്നീട് ഇങ്ങനെ നീളത്തിൽ അരിയാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നൈസായിട്ട് അരിയണമെന്ന് പറയാനുള്ള കാരണം. അപ്പം ഇങ്ങനെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ടിട്ട് ഇത് നന്നായിട്ട് അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒരു പൊടി ഉണ്ടാവുമല്ലോ, ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ അതൊരു ബൗളിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള ആ ഒരു സ്റ്റാർച്ച് മുഴുവൻ പോവും. ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ പോയിട്ട് കുറച്ചൊരു എന്താ പറയുക പ്ലെയിൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർച്ച് മുഴുവനായിട്ട് കളയുക. അതിനുശേഷം നമുക്ക് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് തുടച്ചെടുക്കാൻ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1 ടീസ്പൂണ് പച്ചമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ചതച്ചത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് എന്ത് ചേർക്കുകയാണെങ്കിലും ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്. 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു കളറിനും ചെറിയൊരു എരിവിനും വേണ്ടിയിട്ട് കാശ്മീരി മുളക്, എരിവ് പച്ചമുളകും മറ്റേ വറ്റൽമുളകൊക്കെ ഉണ്ട്. അപ്പോൾ കാശ്മീരി മുളക് ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടെ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട് വരും. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഒരു 2-3 എന്താ പറയുക ഇങ്ങനെ തുള്ളികൾ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാടാവരുത്. ഒരുപാടാവുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും വേണ്ട. ഇതിങ്ങനെ മസാല കൂട്ടിയ ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായ ശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ച് ഇട്ട് കൊടുക്കരുത്. ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ ഇതിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്തിന് നല്ല ക്രിസ്പി ആയിട്ട് വരും. നമുക്ക് ഇങ്ങനെ ഓയിലിൽ ഇങ്ങനെ ഇളക്കുന്ന സമയത്തിന് മനസ്സിലാവും ഇത് ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന്. അതിനുശേഷം ഓയിലിൽ നിന്ന് കോരിയെടുക്കാം.
അപ്പോൾ അതായി ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നല്ല സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ അതുപോലത്തെ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒക്കെ ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിടർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ വിടർത്തി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ കാശ്മീരി മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. മുകളിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഉണ്ടാക്കാൻ നല്ല സിമ്പിളല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്